ഹലോ, ഇത് ഗുരുവായൂരുള്ള ആനക്കോട്ടയാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്താണ്, 2 കിലോമീറ്ററേ ഉള്ളൂ ആനക്കോട്ടയിലേക്ക്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ആനക്കോട്ടയിലേക്ക് വന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ആനക്കോട്ടയിലേക്ക് വരുന്നത്. ഞാൻ വളരെ ചെറുപ്പത്തിലേ പോയതാണ്, എന്നാലും ചെറിയ ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. ഒരുപാട് ആനേനെ കണ്ട ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ 2 മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ആൾക്കാണെങ്കിൽ നാനേനെ ഭയങ്കര ഇഷ്ടമാണ്, നാന എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉത്സവത്തിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് അറിവുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞു അവന്. അപ്പോൾ കുറച്ചും കൂടി ഈ ബുക്കിലൊക്കെ കണ്ടിട്ട് ആനയുടെ ഫോട്ടോ കണ്ടപ്പോൾ ആനേനെ നേരി കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്, അത് ഓടി പോവാണ്. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ നിന്നാണോ ആനകളെ കുളിപ്പിക്കാൻ വെള്ളം എടുക്കുന്നതെന്ന് അറിയില്ല. അങ്ങോട്ട് നമ്മൾ പോയില്ല കേട്ടോ. നേരെ ഇങ്ങനെ നടന്ന് സൈഡിൽ ഇങ്ങനെ ആനകൾ ഓരോരുത്തർ നിൽക്കുമായിരുന്നു. പിന്നെ ഈ പ്രദേശമാണെങ്കിൽ ഞങ്ങൾ പോയ ദിവസം നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു. പക്ഷേ നല്ല തണലാണ്, നല്ല തണുപ്പായിരുന്നു അവിടെ. ശരിക്കും പഴയൊരു തറവാടൊക്കെ പോലെ തോന്നുന്നൊരു ഇതായിരുന്നു. ഇതാ ഒരു ആന നിൽക്കുന്നു. ഈ ആനയാണ് ഇവിടുത്തെ ഫുഡ് സപ്ലയർ എന്ന് തോന്നുന്നുണ്ട്. എല്ലാവർക്കുമുള്ള പട്ടയൊക്കെ എടുത്ത് എല്ലാവർക്കും 2-3 പട്ട വീതം കൊണ്ടു കൊടുക്കുകയാണ്. രാവിലെ ആയിരുന്നു, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കാം. അപ്പം പാപ്പൻ അതിനോട് അതിങ്ങനെ എടുക്കാൻ വേണ്ടി പറയുകയാണ്. കണ്ടോ, 2-3 പട്ട വെച്ചെടുത്തിട്ട് ഓരോരുത്തർക്കും കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് തിരിച്ച് വന്ന് വീണ്ടും എടുക്കും ഇതുപോലെ തന്നെ. ഈ ആന കുറച്ച് ക്ഷീണിച്ചിട്ടുള്ള ഒരു ആനയാണ്. കുറേ പണികളുള്ളത് കൊണ്ടാണ് തോന്നുന്നത്. ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്, അത് കാരണം നല്ല തണലാണ് അവിടെ. കുറേ പട്ടകളും വന്ന് കിടപ്പുണ്ട്. കുറച്ചായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. നടന്ന് കാണാനായിട്ട് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. ആന പക്ഷെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ നമുക്കൊരു പേടിയാവും. നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എനിക്കാണെങ്കിൽ കൂടുതൽ പേടിയാണ്. ആനേനെയും വെടിക്കെട്ടും ഒക്കെ പേടിയാണ്. ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇത് വേറൊരാന കേട്ടോ. ഇത് മതപ്പാടിലുള്ള ഒരു ആനയാണ്. അവിടെ ചില ആനകൾ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. അത് കാരണം അവിടെ സൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്തേക്ക് ചെല്ലരുതെന്ന് പറഞ്ഞിട്ട്. ഇതിനെ കണ്ടോ, ചങ്ങലൊക്കെ ഇട്ടിട്ട് നിർത്തിയിരിക്കുകയാണ്. പിന്നെ അതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ എന്തോ ഒരു കുറവുള്ള പോലെ നിന്നിങ്ങനെ ആടുകയാണ്. അപ്പോൾ മതപ്പാടിലുള്ളത് കൊണ്ടായിരിക്കും ഭയങ്കര ദേഷ്യമായിരിക്കുമല്ലോ അവർക്ക് ആ സമയത്ത്. ഇത് വേറൊരു ആന എന്തോ ജോലി എടുക്കാൻ വേണ്ടി പോകാൻ തോന്നുന്നുണ്ട്. ആനക്കോട്ടയിൽ അവർക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോവാണ്. എല്ലാവരുടെ കൂടെയും പാപ്പാന്മാരുണ്ട്. വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കും. ആനനെ വന്നിട്ട് എല്ലാവരും വിളിച്ച് കാണിച്ചു തരുവാണ്. ചേട്ടല്ലേ എന്തൊക്കെ കാര്യങ്ങളെ നോക്കാനുള്ള. ഞങ്ങളുടെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയാണ്. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ചെറിയൊരു ചാർജ് ഉണ്ട്. നമ്മുടെ ഫോണിൽ എടുക്കാനും ക്യാമറയിൽ എടുക്കാനും ഒക്കെ സെപ്പറേറ്റ് ചാർജസ് ഉണ്ട് കേട്ടോ. ഈ ആനേനെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ആനയായിരുന്നു കേട്ടോ. അതുപോലെ ഈ ആനയും നല്ല ഭംഗിയുണ്ടായി, നല്ല വണ്ണൊക്കെ ഉള്ളൊരാന. ആനയ്ക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റത്തെ ഉരുളിയാണ് കൊടുക്കുന്നത്. പുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് നിൽക്കുകയാണ്. ഈ ആനതേ കുളിക്കുകയാണ്. ഓസിലൂടെ വെള്ളം എടുത്തിട്ട് തനിയെ കുളിക്കുകയാണ്. കാണാൻ തന്നെ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു.
ഒരുപാട് ആളുകൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ഇത് ക്ലിയറാ, ഫോണിൽ അത്ര ക്ലിയർ. ഇവിടെ ആനകൾക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്. സാധാരണ ഉത്സവത്തിന് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ചൂടും പൊടിയും എല്ലാം കൂടി ഭയങ്കര വിഷമങ്ങളല്ലേ. പക്ഷെ ആനക്കോട്ടയിൽ അവർക്ക് സുഖമാണ്. എന്താ നല്ല ഭക്ഷണം, എപ്പോഴും ഭക്ഷണം, നല്ല തണലുള്ളൊരു അന്തരീക്ഷം, നന്നായി വെള്ളം, അവർക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ ഒരുപാട് വെള്ളം. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഗുരുവായൂർ ആനക്കോട്ട. കണ്ടപ്പോൾ അങ്ങനെ തോന്നി. കുഞ്ഞിനാണെങ്കിൽ തനിയെ നടക്കണം, തനിയെ നടന്ന് ഓടി നടക്കല്ല ഓടുകയാണ്. ആരും തലയിലും കയ്യിലും ഒന്നും തൊടാൻ പാടില്ല. തനിയെ നടന്നവന് പോകണം എന്നാണ്. എൻ്റെ വീഡിയോസ് കണ്ടതിന് വളരെയധികം സന്തോഷം. ബായ്.